കോടിക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾ ദർശനത്തിനെത്തുന്ന ശബരിമലയെ മുച്ചൂടും നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ വിദ്വേഷ ശക്തികൾക്ക് ആവേശം പകരുന്നതും വിശ്വാസികളെ വേദനിപ്പിക്കുന്നതുമായിരുന്നു കഴിഞ്ഞ ദിവസം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടി. 18ാം പടിയിൽ പുറം തിരിഞ്ഞു നിന്ന് ഫോട്ടോഷൂട്ട് നടത്തിയ പോലീസ് സംഘം ചെയ്തത് ആചാര ലംഘനത്തിനപ്പുറം അവഹേളനമാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പോലും ഉയർന്നു വന്നിരുന്നു. മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ പവിത്രമായ 18ാം പടിയിലൂടെ അയ്യപ്പനെ തൊഴുത് പിറകോട്ടാണ് ഇറങ്ങി വരുന്നത്. അയ്യപ്പന്മാരെ സഹായിക്കാനും തിരക്ക് നിയന്ത്രിക്കാനും നിയോഗിക്കപ്പെടുന്ന പോലീസുകാരും സാധാരണ പുറം തിരിഞ്ഞു നിൽക്കാറില്ല. ഇതിനൊക്കെ വിപരീതമായി പോലീസ് സേന 18 പടികളിലും പുറം തിരിഞ്ഞു നിന്ന് ഫോട്ടോ എടുത്ത കാഴ്ച ഭക്തജനങ്ങളിൽ വലിയ ദുഃഖമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ശബരിമല 18ാം പടിയിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഫോട്ടോ എടുത്ത സംഭവം മനഃപൂർവ്വമല്ല എങ്കിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി പോലും പറഞ്ഞിരിക്കുകയാണ്. ഭക്തരുടെ സുരക്ഷിതത്വത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിരീക്ഷിച്ചു. ഫോട്ടോഷൂട്ട് വിവാദത്തിൽ ADGP ശ്രീജിത്ത് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാവുകയും ചെയ്തു. ശബരിമലയിൽ അഭിനന്ദനാർഹമായ കാര്യങ്ങൾ പോലീസ് ചെയ്യുന്നുണ്ട് എന്നും ഭക്തരുടെ സുരക്ഷിത തീർത്ഥാടനത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ശബരിമലയിൽ പോലീസ് നടത്തുന്ന സേവനം ഒരു കാലത്ത് പ്രശംസാർഹവും മാതൃകാപരവുമായിരുന്നു. പോലീസ് സ്വയം അയ്യപ്പന്മാരായി മാറി ഭക്തരുമായി താതാമ്യം സ്ഥാപിച്ചായിരുന്നു ഡ്യൂട്ടി ചെയ്തിരുന്നത് പോലും. അയ്യപ്പ സന്നിധിയിൽ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാർ വ്രതം നോറ്റ് മാലയിട്ടായിരുന്നു ശബരിമലയ്ക്ക് പോയിരുന്നത് പോലും. 18ാം പടി കയറാൻ ഇരുമുടിക്കെട്ടുള്ള അയ്യപ്പന്മാർക്ക് മാത്രമേ അനുവാദമുള്ളൂ എന്നിരിക്കെ പടിയിൽ ഡ്യൂട്ടിക്ക് നിൽക്കുന്നവർക്കും അത് ബാധകമായിരുന്നു. പരിചയസമ്പന്നരായ പോലീസുകാരെയാണ് ഇവിടെ നിശ്ചയിച്ചിരുന്നത് പോലും. അന്നൊക്കെ ഭക്തർക്ക് ഒരു പ്രയാസവും കൂടാതെ പടി കയറി ഭഗവത് ദർശനം സാധ്യമായിരുന്നു താനും. 18ാം പടിയിലും സന്നിധാനത്തും ഡ്യൂട്ടി ലഭിക്കുന്നത് ഭാഗ്യമായി കരുതുന്ന പോലീസുകാർ പോലും അന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് താനും. കൈ മെയ് മറന്ന് സന്നിധാനത്തും പമ്പയിലും ഒട്ടേറെ പോലീസുകാർ സേവനം അനുഷ്ഠിക്കുന്നുമുണ്ട്. അങ്ങേയറ്റം ആത്മാർത്ഥതയോടെയാണ് അവർ കർമ്മനിരതരാകുന്നത്. എന്നാൽ അവർക്ക് പോലും അപമാനം ഉണ്ടാക്കുന്ന തരത്തിൽ അതേ വകുപ്പിലുള്ളവർ തന്നെ പെരുമാറുന്നു എന്നതാണ് സങ്കടകരമായ ഒരു വസ്തുത. ശബരിമലയുടെ പവിത്രത കാത്തു സൂക്ഷിച്ചു വേണം അവിടെ പോലീസ് കാര്യനിർവഹണം നടത്താൻ എന്നുള്ളത് കാറ്റിൽ പറത്തുന്നതിന്റെ തുടർച്ചയായാണ് ഫോട്ടോഷൂട്ട് വിവാദം വന്നിരിക്കുന്നത്. അനാവശ്യമായി ഭക്തരെ തടയുക, അവർ വരുന്ന വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയോ യാതൊരു സൗകര്യവുമില്ലാത്ത ഇടങ്ങളിൽ തടഞ്ഞിടുകയോ ചെയ്യുക, അമാന്യമായി പെരുമാറുക, ഭീഷണിപ്പെടുത്തുക, അവഹേളിക്കുക, മർദ്ദിക്കുക തുടങ്ങി വളരെയേറെ പെരുമാറ്റ ദൂഷ്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ലാത്തിയും കാട്ടുകമ്പുകളും ഉപയോഗിച്ച് തീർത്ഥാടകരെ നിയന്ത്രിക്കുന്ന പോലീസിന്റെ നടപടി വ്യാപക പ്രതിഷേധം വിളിച്ചു വരുത്തിയിട്ടുമുണ്ട്. ഇതിനിടയിലാണ് തിങ്കളാഴ്ച രാവിലെ ചുമതലയൊഴിഞ്ഞ സന്നിധാനത്തെ ആദ്യ പോലീസ് ബാച്ചിൽ ഉൾപ്പെട്ട 18ാം പടി ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരുന്ന 30ഓളം പോലീസുകാർ 18ാം പടിയിൽ പിന്തിരിഞ്ഞു നിന്ന് നടത്തിയ ഫോട്ടോഷൂട്ട് വിവാദമായത്. ഉച്ചയ്ക്ക് 1 മണിക്ക് തടയടച്ച ശേഷം 18ാം പടിയുടെ താഴെ മുതൽ വരിവരിയായി നിന്ന് ഫോട്ടോ എടുക്കുകയായിരുന്നു. ഈ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം പ്രചരിക്കപ്പെട്ടതോടെ ഹിന്ദു ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും പോലീസ് നടത്തിയത് ആചാര ലംഘനമാണെന്ന ആരോപണവുമായി രംഗത്തെത്തുകയും ചെയ്തു. സന്നിധാനത്തിൽ നിയോഗിക്കപ്പെടുന്ന പോലീസ് വിഭാഗത്തിന് ആചാരങ്ങളുടെ പവിത്രതയിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാൻ സാധ്യമല്ലെങ്കിൽ പിന്മാറുക തന്നെയാണ് വേണ്ടത്. മറ്റ് സംവിധാനത്തെക്കുറിച്ചും ദേവസ്വം ബോർഡ് ചിന്തിക്കണം. പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വിശ്വാസിയായ ആരെയെങ്കിലും ഏൽപ്പിച്ച് മുഖ്യമന്ത്രി മാറി നിൽക്കുകയും വേണം. ആചാര നിഷേധത്തിനും വിശ്വാസ ധ്വംസനത്തിനും വിപ്ലവത്തിനുമുള്ള ഇടമല്ല ആരാധനാലയങ്ങളും ആധ്യാത്മിക കേന്ദ്രങ്ങളും.